സ്പ്രേ എടുക്കുക. ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് സർഫസ് ബാക്ക് സർഫസ് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക. ജസ്റ്റ് ഈ ഒരു ഡയറക്ഷനിലോട്ട് വൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഇപ്പോൾ അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട്. ചിലരുണ്ട് നമ്മളിത് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് റബ്ബ് ചെയ്യും. പക്ഷേ ഇങ്ങനെ ആക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ഒരു ഡയറക്ഷനിലോട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്യുന്നതാണ് ലെൻസിൻ്റെ ലൈഫ് കൂട്ടാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡയറക്ഷനിലോട്ട് വൈപ്പ് ചെയ്താൽ ഈ സൈഡ് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാണെങ്കിൽ ഇതിങ്ങനെ. ഇപ്പോൾ തന്നെ ഈ ലെൻസ് അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേത് ജസ്റ്റ് അത്യാവശ്യം നമ്മളിപ്പോൾ ഇത്തിരി പ്രഷർ കൊടുത്തെന്ന് വെച്ചിട്ടും ലെൻസിനൊന്നും പറ്റത്തില്ല. ഇത്തിരി പ്രഷർ കൊടുത്ത് തന്നെ വേണമെങ്കിൽ വൈപ്പ് ചെയ്തെടുക്കും. കണ്ടില്ലേ, ഇത്ര സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഈ ലെൻസിൻ്റെ ഈ കാലിൽ ഇവിടെ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ മതി. വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് വാഷ് ചെയ്യാം. നമ്മളെപ്പോഴും ടാപ്പ് വാട്ടറിൽ ലെൻസ് ഇത് മൊത്തത്തിൽ കഴുകാം. ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കാണിക്കുക. ഇത് ജസ്റ്റ് വാഷ് ചെയ്തെടുത്ത് ഈ പറഞ്ഞ പോലെ സ്പ്രേ ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലാണെങ്കിൽ ടാപ്പ് വാട്ടർ നമുക്ക് വാഷ് ചെയ്തെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യുക, ഇത് വെച്ച് വൈപ്പ് ചെയ്ത് കിട്ടി. ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ.